ILOE ഫൈൻ ഒഴിവാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഹായ്, ദിസ് ഇസ് സാലിം UK. വെൽക്കം ടു PRO Talks UAE. ILOE ഫൈൻ എങ്ങനെയാണ് വരുന്നത്? 2 വർഷത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന ILOE ഇൻഷുറൻസ് 2 വർഷം കഴിഞ്ഞാൽ നിർബന്ധമായും റിന്യൂ ചെയ്യണം. ഇൻഷുറൻസ് റിന്യൂ ചെയ്യാൻ 3 മാസമാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഗ്രേസ് പീരീഡ്. ഈ 3 മാസം കഴിഞ്ഞിട്ടും റിന്യൂ ചെയ്തില്ലെങ്കിലാണ് ILOE ഫൈൻ എമൗണ്ട് ആയ 400 ദിർഹംസ് നിങ്ങൾക്ക് വരുന്നത്. ഈ ILOE ഫൈൻ എമൗണ്ട് നിങ്ങളുടെ നിലവിലുള്ള കമ്പനിയിലുള്ള സമയത്താണ് വന്നതെങ്കിൽ നിങ്ങൾക്ക് ILOE ഇൻഷുറൻസ് റിന്യൂ ചെയ്തതിന് ശേഷം കമ്പനിയുടെ ലേബർ യൂസറിൽ നിന്നും നിങ്ങൾക്ക് ഫൈൻ ഒഴിവാക്കാൻ റിക്വസ്റ്റ് ചെയ്യാം. കസ്റ്റമർ സപ്പോർട്ടിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ILOE ഇൻഷുറൻസ് നിങ്ങൾക്ക് എപ്പോഴാണ് ക്ലെയിം ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? എംപ്ലോയിയുടെ വിസ ക്യാൻസലേഷൻ റീസൺ ടെർമിനേഷൻ ആയിരിക്കണം, പക്ഷേ ഡിസിപ്ലിനറി ടെർമിനേഷൻ ആയിരിക്കരുത്. കൂടാതെ എംപ്ലോയി റെസിഗ്നേഷനും ആയിരിക്കരുത്. എംപ്ലോയി മിനിമം 12 മാസം ഇൻഷുറൻസ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ഉദാഹരണം, ഞാൻ ILOE ഇൻഷുറൻസ് സബ്സ്ക്രൈബ് ചെയ്ത് 2 മാസത്തിന് ശേഷം കമ്പനി എന്നെ ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ILOE ക്ലെയിം ചെയ്യാൻ കഴിയില്ല. മറിച്ച് 1 വർഷമായി സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാനെങ്കിൽ എനിക്ക് ക്ലെയിം ചെയ്യാൻ കഴിയും. പിന്നെ എംപ്ലോയി വിസ ക്യാൻസലേഷൻ അപ്രൂവ് ആയി കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ ILOE ക്ലെയിം ഫയൽ ചെയ്തിരിക്കണം. ഇനി ILOE ഇൻഷുറൻസ് ക്ലെയിം എമൗണ്ട് എത്രയാണ്? എംപ്ലോയിയുടെ ബേസിക് സാലറിയുടെ 60% മാക്സിമം 3 മാസം വരെയാണ് ക്ലെയിം എമൗണ്ട് ആയി കിട്ടുക. ILOE ഇൻഷുറൻസ് ക്ലെയിം ഫയൽ ചെയ്യാൻ എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് വേണ്ടത്? ഒന്ന്, എംപ്ലോയിയുടെ പേരിലുള്ള IBAN ലെറ്റർ, ക്യാൻസലേഷൻ അപ്രൂവ്ഡ് ഡോക്യുമെന്റ്. നിങ്ങൾക്ക് 2 രീതിയിൽ ക്ലെയിം എമൗണ്ട് വിഡ്രോ ചെയ്യാം. ഒന്ന്, നിങ്ങൾക്ക് അക്കൗണ്ട് ത്രൂ വിഡ്രോ ചെയ്യാം. മറ്റൊന്ന്, എക്സ്ചേഞ്ച് ത്രൂ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. അക്കൗണ്ട് ത്രൂ നിങ്ങൾ വിഡ്രോ ചെയ്യുമ്പോൾ നിങ്ങളുടെ IBAN ലെറ്റർ അത് എംപ്ലോയിയുടെ പേരിലുള്ള സെയിം IBAN ലെറ്റർ ആയിരിക്കണം. നിങ്ങൾ എക്സ്ചേഞ്ച് ത്രൂ ആണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ക്ലെയിം റെഫറൻസ് നമ്പറും നിങ്ങളുടെ ID പ്രൂഫും എംപ്ലോയിയുടെ ID പ്രൂഫും കൊണ്ട് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ത്രൂ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. ILOE ഇൻഷുറൻസ് ക്ലെയിം ഫയൽ റിജക്റ്റ് ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? സിമ്പിളായി പറഞ്ഞാൽ, എംപ്ലോയിയുടെ ക്യാൻസലേഷൻ സ്റ്റാറ്റസ് ലേബറിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ ഫയൽ റിജക്റ്റ് ആവുന്നതാണ്. ഉദാഹരണം, എംപ്ലോയി മറ്റൊരു കമ്പനിയിൽ ഓഫർ ലെറ്റർ അടിച്ച് അപ്രൂവ് ആകുകയോ വിസിറ്റിലേക്ക് മാറുകയോ എക്സിറ്റ് ആകുകയോ ചെയ്തു കഴിഞ്ഞാൽ എംപ്ലോയിയുടെ ക്ലെയിം ഫയൽ റിജക്റ്റ് ആവുന്നതാണ്. ILOEയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കവർ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.